രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ കൂറ്റൻ സ്കോറിന് മുന്നിൽ അസം പൊരുതുന്നു. മൂന്നാം ദിനം മത്സരം പുരോഗമിക്കുമ്പോൾ കേരളത്തിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 419 റൺസിന് മറുപടിയായി അസം 37 ഓവറിൽ 148 റൺസ് എടുത്തിട്ടുണ്ട്. 6 വിക്കറ്റ് അവശേഷിക്കെ കേരളത്തിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറിനൊപ്പം എത്താൻ അസമിന് 276 റൺസ് കൂടി വേണം. അസം ക്യാപ്റ്റൻ റിയാൻ പരാഗാണ് ടീമിനായി ഒറ്റയ്ക്ക് പൊരുതുന്നത്. 96 പന്തിൽ 15 ഫോറും 1 സിക്സ് സഹിതം 92 റൺസുമായി പരാഗ് ബാറ്റിംഗ് തുടരുകയാണ്. മത്സരം സമനിലയിലാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതിനാൽ തന്നെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഇരു ടീമുകൾക്കും നിർണായകമാണ്. പരാഗിനെ കൂടാതെ 3 റൺസുമായി ഗോകുൽ ശർമ്മയാണ് ക്രീസിൽ. 31 റൺസുമായി ഋഷഭ് ദാസാണ് അസമിനായി തിളങ്ങിയ മറ്റൊരു ബാറ്റർ. രാഹുൽ ഹസ്രിക 9, സിദ്ധാർത്ഥ് ശർമ്മ 0 എന്നിവർ പെട്ടെന്ന് പുറത്തായി. ഇതോടെ 3-ന് 25 റൺസ് എന്ന നിലയിൽ തകർന്നെടുത്താണ് അസമിന്റെ തിരിച്ചുവരവ്. കേരളത്തിനായി ബിസിൽ തമ്പി 3 വിക്കറ്റ് സ്വന്തമാക്കി. വില സക്സേന 1 വിക്കറ്റ് വീഴ്ത്തി. നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ കേരളത്തിനായി സച്ചിൻ ബേബി 131 റൺസ് സെഞ്ചുറി നേടിയിരുന്നു. ക്യാപ്റ്റൻ രോഹൻ കുന്നുമ്മൽ 83, കൃഷ്ണപ്രസാദ് 80, രോഹൻ പ്രേം 50 എന്നിവർ അര സെഞ്ചുറി നേടുകയും ചെയ്തു. കേരളത്തിനായി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇന്ന് കളിക്കുന്നില്ല. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പരമ്പരയിൽ ടീമിൽ ഉൾപ്പെട്ടതിനാൽ സഞ്ജു ഇന്ത്യൻ ടീമിനൊപ്പമാണ്. സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു ഒന്നാം ഇന്നിംഗ്സ് ലീഡോടുകൂടി കേരളത്തിന് ടെസ്റ്റ് മത്സരം ജയിക്കാമായിരുന്നു. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.